അപ്പോൾ ഗൈസ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കൊക്കെ ഫുൾ A+ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്ന് ലാസ്റ്റ് എക്സാമിൻ്റെ റിവ്യൂ ആണ്. കമ്പ്യൂട്ടർ സയൻസ് എക്സാമിൻ്റെ ഉള്ളത് പറയാലോ. ഞാൻ 9 ചാപ്റ്റർ പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾ വിശ്വസിക്കുക അതൊന്നും എനിക്കറിയില്ല. 10, 11, 12 ഞാൻ സ്കിപ്പ് ചെയ്തിന്. നല്ല രീതിയിൽ തിയറീസാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷേ ഈ 9 പാഠം പഠിച്ചിട്ടും എനിക്ക് A+ കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് ജസീം സാർ കാരണം മാത്രമാണ്. പൊട്ടത്തെ പറയാലോ പറയാം. ഞാൻ സാർക്ക് വരെ വോയിസ് ഇട്ടിട്ടുണ്ട്. അത്രയും എനിക്ക് ഒരിക്കലും പ്രതീക്ഷയില്ല 40ൻ്റെ മുകളിൽ പോലും കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു A+ കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായി ജസീം സാർ കാരണം മാത്രമാണ്. ഞാൻ ഈ 6 ദിവസം ഫുള്ള് ജസീം സാർ ക്ലാസ് തന്നെ ഇരുന്നുണ്ട്. ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടില്ല. 10നും +1നും മാത്രമേ വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ റിവ്യൂലോട്ട് എടുക്കാം. പക്ഷേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒന്ന് ബൃഹത്തായി ഉറങ്ങാൻ പോകുന്ന ഒരു ബൃഹത്തായ ദിവസമാണെന്ന്. നല്ല രീതിയിൽ ഉറങ്ങണം. ഏത് മൂട് കുംഭകർണൻ മൂട് എന്നിട്ട് 6 മാസം ഒന്നുമില്ലെങ്കിൽ ഒരു 12 മണിക്കൂറെങ്കിലും ഇന്ന് ഉറങ്ങണം. കാരണം കുറേ ദിവസമായി പറയില്ല, കുറേ ദിവസമായി നല്ല പോലെ ഉറങ്ങിയിട്ട്. ഇപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ അറിയാതെ കുറച്ച് നീറ്റ് പോവും. അല്ലെങ്കിൽ 5 മണിക്ക് അലാറം വെച്ചിട്ട് എണീക്കണം. അലാറം ഇങ്ങനെ അടിച്ചടിച്ച് സ്നൂസ് ചെയ്തിട്ട് അങ്ങനെ കുറേ നേരം എന്തൊക്കെ ആയിട്ടുണ്ട് കുറേ ദിവസം. ഒന്നും ഞാൻ അറിയണ്ട. ലാസ്റ്റ് എക്സാം ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര അധികം സമാധാനമുണ്ട്. പറയാലോ ലാസ്റ്റ് എക്സാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം CX ഞാൻ കുറേ ദിവസം നോക്കിയില്ലായിരുന്നു. ഈ 6 ദിവസം കൊണ്ടാണ് ഇത്രയും ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷമുണ്ട്. ജസ്റ്റിസ് സാറിന് വലിയ താങ്ക്സ് ഉണ്ട്. പിന്നെ എല്ലാ സാർമാർക്കും നല്ലൊരു താങ്ക്സ് ഉണ്ട്. ഫസ്റ്റ് ലൈഫൊക്കെ കഴിഞ്ഞ് വലിയ സങ്കടമൊന്നും ഇല്ല. അപ്പം ഇനി പ്ലാനൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കട്ടെ. ഞാൻ റിവ്യൂലോട്ട് എടുക്കാം. നേരെ റിവ്യൂലോട്ട് എടുക്കാം. ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ 1 വേർഡിക്ക് കറക്റ്റ് 3 എണ്ണം കിട്ടി. 4, 5, 6 കിട്ടിയില്ല. അപ്പോൾ 1 നോക്കുകയാണെങ്കിൽ FIFO ആണ്. പിന്നെ 2 നോക്കുകയാണെങ്കിൽ മെയിൽ 2 എന്നാണ് എഴുതിയത്. 3 നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ആണ് എഴുതിയത്. 4 നോക്കുകയാണെങ്കിൽ 6 എന്നാണ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. 5 എന്താ റോബോട്ടിക്സ് ആണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. അങ്ങനെ അത് 5 എണ്ണം കംപ്ലീറ്റ് ആക്കി ഞാൻ 1 വേർഡ്. പിന്നെ മെമ്മറിയിലേക്ക് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ പഠിച്ചുകൊണ്ട് പോയിട്ടുള്ളൂ. ഇന്ന് ഫോർവേഡ് ടു ഡിലീറ്റ് അങ്ങനെ എന്താ പഠിച്ചിട്ടുണ്ട്. അത് മാത്രമേ 2 മാർക്കിനെ ചോദിച്ചു. അതിനോട് ഞാൻ കുറച്ച് എന്തൊക്കെ ഉണ്ടാക്കിയത്. ന്യൂ ഓപ്പറേറ്റർ മെമ്മറിയിലേക്ക് ന്യൂ ഓപ്പറേറ്റർ ക്രിയേറ്റ് ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് അങ്ങനെ ഉണ്ടാക്കിയത്. കമ്പയർ MT ടാഗും കണ്ടെയ്നർ ടാഗും ഇതൊന്നും ഞാൻ ഒരിക്കലും ചോദിക്കില്ല ചോദിച്ചാൽ. പക്ഷേ ചോദിച്ചിട്ടതൊക്കെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു. അതിനോണ്ട് അവിടെയും കിട്ടി. അതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചതെന്ന് തന്നെ കുറേ വന്നിട്ടുണ്ട്. അതിനോണ്ട് തന്നെ എനിക്ക് നല്ല ലാഭമായിട്ടുണ്ട്. എക്സ്പാൻഡ് CSS അത് കിട്ടി. കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. പക്ഷേ ഇത് കിട്ടിയില്ല രണ്ടാമത്തെ അതിൻ്റെ യൂസ്. 10ാമത്തെ നോക്കുകയാണെങ്കിൽ ഷോർട്ട് നോട്ട് ലിസ്റ്റിന് HTML അൺഓർഡർ ലിസ്റ്റ് ഓർഡർ ലിസ്റ്റ് അതൊക്കെ എഴുതിന്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഞാൻ നമ്പറാണ് ഇവിടെ എഴുതി. ഡാറ്റ ടൈപ്പ് നമ്പർ. ഇവിടെ എന്താ സ്ട്രിങ്. ഞാൻ അപ്പം തന്നെ അവിടെ എഴുതി വെച്ചു. കാരണം പിന്നെ മറന്നു വേണ്ടിയില്ല പണിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു പരീക്ഷയ്ക്ക് ഏറ്റവും. ഇത് ബൂളിയൻ, ഇത് സ്ട്രിങ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് കിട്ടിയില്ല. ഇത് റൈറ്റ് ഷോർട്ട് നോട്ട് വേരിയസ് വെബ് ഹോസ്റ്റിംഗ് 2 മാർക്കിന് വേണ്ടി ഞാൻ എഴുതി എത്രയാണെന്നറിയോ? ഈ പേജും ഇത്രയും ഫുള്ളും എഴുതി ഞാൻ 2 മാർക്കിന് വേണ്ടിയിട്ട്. ഞാൻ 3 മാർക്കാണ് എഴുതിയിട്ട് പോയി 50 സീനിൽ എഴുതിയിട്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ 2 മാർക്ക് ഞാൻ നോക്കിയില്ലായിരുന്നു മര്യാദയ്ക്ക്. അപ്പം വാട്ട് ഈസ് റെസ്പോൺസീവ് വെബ് പേജ് അതിക്ക് ആകെ കിട്ടിയതാണ് ഒപ്റ്റിമൽ വ്യൂ ആണെന്ന്. അത് സാറ് അങ്ങനെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ ആ പോയിൻ്റ് മാത്രമേ എഴുതിച്ചിട്ടുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് മാത്രം അത്യാവശ്യം നല്ല രീതിയിൽ ടഫായിട്ടുള്ളൂ കേട്ടോ. അതിൽ ലാസ്റ്റ് 4 കിട്ടിയില്ല. അതിനോട് ഞാൻ ഇവിടെ നേവി യൂസറിന് മാത്രം എഴുതി. ബാക്കിയുള്ളൊന്നും കിട്ടിയില്ല. എന്തെങ്കിലും ആട്ടെ പോട്ടെ വെച്ച് ഇതൊക്കെ ഞാൻ ഐന്ന് എഴുതി. ഇറ്റാലിക്കുന്ന എംഫസൈസ് എഴുതി. അതൊന്നുമല്ല ശരി. പക്ഷേ വെറുതെ എഴുതിച്ചാണ് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ വെച്ചിട്ട്. ഇത് ആദ്യം നോക്കിയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ സ്ട്രക്ചർ കിട്ടി. പിന്നെ ഇത് ഫീ കാർഡ് വെച്ചിട്ട് ഞാൻ ഇൻ്റെ അഡ്മിഷൻ നമ്പർ ചെയർ നെയിം ഓഫ് 20 ഇൻ്റെ എമൗണ്ട് എന്ന് എഴുതി. ഫ്ലോട്ട് എമൗണ്ട് എന്നാണ് ഇതിൻ്റെ അറിയില്ല. ഞാൻ ഇൻ്റെ എമൗണ്ട് എന്നാണ് എഴുതിയത്. പിന്നെ നോക്കുകയാണെങ്കിൽ 20 നോക്കുകയാണെങ്കിൽ എന്താ കൺസിഡർ അറേ. ഇത് ഞാൻ ഇതിന് ആൻസർ മാത്രം പറഞ്ഞില്ല. ഇത് 1004 കിട്ടിയത്. ഇത് 42 കിട്ടിയത്. 42 തന്നെയല്ല ആണെന്ന് തോന്നുന്നത്. 42 കിട്ടിയത്. ഇത് 37, 42, 57, 62, 67 കിട്ടിയത്. പക്ഷേ എനിക്ക് നല്ല ഡൗട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടി കണ്ടില്ല ടാബ്. ഈ ടി അത് ഞാൻ സ്പേസ് ആണോ അതോ അടിക്കുള്ളതാണെന്ന് മനസ്സിലായില്ല എനിക്ക്. പിന്നെ ഞാൻ വെച്ചാൽ ടാബ് സ്പേസ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് സ്പേസ് ഇട്ട് എഴുതി. അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. കോൺസെപ്റ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് അത് എഴുതിയിട്ടുണ്ട്. ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് 5 കണ്ടു. 2 മാർക്ക് ഉണ്ടല്ലേ. 5 എഴുതിയിട്ട് അതിൻ്റെ ചെറുതായിട്ട് ചിത്രം വരച്ചിട്ടുണ്ട്. ഒരു വൈബ് ഇരിക്കട്ടെ വെച്ച്. റൈറ്റ് അൽഗോരിതം ഫോർ പുഷിൻ്റെ 2 മാർക്കിനെ സാധാരണ ചോദിക്കില്ല. ഇപ്പോൾ 3 മാർക്കിന് കഴിച്ച് എന്തായാലും ലാഭമാണ്. ക്യൂൻ്റെ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നു. ഇതൊക്കെ കിട്ടും. ഇനി അൽഗോരിതം മാത്രം എഴുതിയാൽ മതിയോ? ഞാൻ അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ലിങ്ക് ലിസ്റ്റ് എത്ര ആലോചിച്ചിട്ട് അവിടെ നിന്ന് കിട്ടില്ല. ലാസ്റ്റ് ഞാൻ കുത്തിന്ന് ആലോചിച്ച് കയറി 5 മിനിറ്റ് ആലോചിച്ചിട്ടാണ് ഇത് കിട്ടിയത്. ലിങ്ക് ലിസ്റ്റ് എന്താണെന്ന് അത് കിട്ടിയപ്പോൾ എനിക്കിത് ഞാൻ പഠിച്ച നല്ല ഓർമ്മയുണ്ട്. ലിങ്ക് ലിസ്റ്റ് മറ്റേ സ്റ്റാർട്ട് നോഡ് ഇങ്ങനെ ഉള്ളതുണ്ടല്ലോ അത് എനിക്ക് കിട്ടി. പക്ഷേ ഇതിൻ്റെ ഓപ്പറേഷൻ കിട്ടിയില്ല. ഞാൻ ഡൈനാമിക് എന്നാണ് എഴുതിച്ചാൽ 2 മാർക്കിന് ഒന്നും എഴുതിയിട്ട് ഒരു കാര്യമില്ല എന്നറിയാം. എന്നാലും എഴുതിച്ച് വെറുതെ ഒരു രസം. കമ്പയർ സ്റ്റാറ്റിക് ഡൈനാമിക് വെബ് പേജ് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല.
ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട് അതും കുഴപ്പമില്ല. ലിസ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് DBMS അത് ഞാൻ ലാസ്റ്റ് നോക്കിയിരുന്നു, പക്ഷേ ഒരു പോയിൻറ്റ് കിട്ടിയില്ല, 5 പോയിൻറ്റ് എഴുതിയിട്ടുള്ളൂ. എന്നെ കുറച്ചൊക്കെ തെറ്റുണ്ടെന്ന് തോന്നുന്നു. ആസസ് അങ്ങനെ എന്തൊക്കെയോ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ 27ാമത്തെ ഞാൻ ഇത് അൾട്ടറയാക്കി എന്താ എഴുതിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് വലുതാക്കി എഴുതി, ഓൾ ദ ബെസ്റ്റ് വലുതാക്കി എഴുതി. ഇത് ഞാൻ എഴുതിയ 12 എന്നാണ് എഴുതി. ഇത് ഞാൻ എണ്ണി ഇതാണ് ലെങ്ത്ത് 1 2 3 അങ്ങനെ എണ്ണി 12 എഴുതി. ഈസ്നാനെ ഞാൻ ട്രൂ എന്നാണ് എഴുതിയത്, കാരണം ഇത് നമ്പർ അല്ലല്ലോ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ ഇത് ഈ ടേബിൾ തന്നെയാണ് വരച്ചത്. അത് ശരിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പാസ്സായത് ഈ ഫെയിലിൻ്റെ ടേബിൾ വെച്ചിട്ട് ബാക്കിയുള്ള അതേമാതിരി തന്നെ അടിച്ചു. ഒരു മാർക്കിനൊക്കെ അത്രയൊക്കെ വരയ്ക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഞാൻ വരച്ചു. പിന്നെ സയൻസിൻ്റെ ഉള്ളതിന് ഇത് മാത്രം എഴുതിച്ച്, സച്ചിൻ്റെയും ബാച്ചും എഴുതിച്ച്. നിങ്ങളങ്ങനെ തന്നെയാണോ എഴുതിയെന്ന് കമൻറ്റ് ഇടുക. റൈറ്റ് റിലേഷൻ രജിസ്റ്റർ നമ്പർ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെലക്ട് സ്റ്റാർ ഫ്രം എന്താണ് സ്റ്റുഡൻറ്റ് രജിസ്റ്റർ നമ്പർ കോമ റിസൾട്ട് എന്ന് എഴുതിച്ച്. തെറ്റാണെന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല. 29 അറിയില്ല. 30 കുറച്ച് ലാഭം കിട്ടിയിട്ടുണ്ട്. എനിക്കറിയണമെന്ന് ഈ ടേബിൾ ഉണ്ടാക്കാൻ സുഖമായിരുന്നു, ബോഡി വെച്ചിട്ട്. പിന്നെ ടേബിൾ ബോർഡറിൽ നിന്ന് എഴുതണം, ബോർഡറിൽ നിന്ന് എഴുതണമെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ടേബിൾ ബോർഡറിൽ നിന്ന് എന്തെങ്കിലും എഴുതിച്ചിട്ടുണ്ട്, = 1 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കണ്ടോ, ടാഗ് യൂസ്ഡ് ടു ക്രിയേറ്റ് HTML, അത് ഞാൻ എന്ത് എഴുതിച്ചിട്ടുണ്ടെങ്കിൽ ബോർഡറിന് ഇതിന് TR ഇതിന് TH ഇതിന് TD ഇതിന്. പക്ഷേ അതിൻ്റെ യൂസ് കിട്ടില്ല. TR എന്ന് പറഞ്ഞാൽ ടേബിൾ ബോർഡറിൻ്റെ വിടുത്താണെന്ന് എനിക്ക് പറയാം. അങ്ങനെയൊക്കെ എന്തൊക്കെ എഴുതിച്ചിരുന്നു. എന്തായാലും നല്ല പ്രതീക്ഷ ഉണ്ട്. ജസീം സാർ ഓൺ ചിലർ വരും എന്തായിരുന്നു അതല്ലെങ്കിൽ ചിലർ വരുമ്പോൾ ചരിത്രം മാറും, ചിലർ വരുമ്പോൾ വിഷയം. പിന്നെ നോക്കുകയാണെങ്കിൽ 31ാമത്തെ നോക്കുകയാണെങ്കിൽ കൺസിഡർ ഗിവൺ SQL. ഞാൻ ഇത് ടേബിൾ കൺസിഡറിന് എഴുതിയത് പ്രൈമറി കീയും നോട്ടിനുള്ളുമാണ് എഴുതിയത്. ടേബിൾ കൺസിഡറിന് SQL ആകെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയോ. അപ്പോൾ അങ്ങനെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. സമാധാനം അറ്റ് പീക്ക്, ഒന്നും പറയില്ല. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഞാൻ വേറെ വീഡിയോ ഇട്ട് വരുന്നുണ്ട്, എന്താണ് നെക്സ്റ്റ് പ്ലാൻ എന്നൊക്കെ ഉള്ളത്. ഇന്നെനിക്ക് നല്ല റെസ്റ്റ് വേണം, പിന്നെ വേർത്ത് വിളിക്കുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഒരുപാട് കാലത്തിന് ശേഷം നല്ല രീതിയിൽ സന്തോഷിക്കുന്നൊരു ബ്രത്തായിരുന്നു. എല്ലാവർക്കും അതുപോലെ തന്നെ ആവുന്നിരിക്കുന്നത്. ബയോസയൻസുകാർക്കൊക്കെ എപ്പോഴോ കഴിഞ്ഞിന്, നമുക്കൊക്കെ എന്താണ് കഴിഞ്ഞത്. എന്നാലും നല്ല സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും ആയിക്കോട്ടെ, കഴിഞ്ഞ്.